ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2024 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവാണ് താന്തിയ തോപ്പി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും യോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം പട്ടണം. ഇന്ത്യയെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഗാന്ധി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ആദ്യം വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് കേര സത്യാഗ്രഹം, അത് കഴിഞ്ഞ് നിസ്സഹരണ പ്രസ്ഥാനം, ഏറ്റവും അവസാനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 2023 150 ജന്മവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നത് ഏതാണ് ശരി? 1ഉം 2ഉമാണ് ശരി. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രയുടെ ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. തിരമാലകൾ എന്നാൽ സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജപ്രവാഹമാണ് തിരമാലകൾ. താഴെ കൊടുത്തിരിക്കുന്നവയെ ഇന്ത്യയുടെ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തും. 1ആണ് തെറ്റായിട്ടുള്ളത്. പശ്ചിമതീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണെന്ന് പറഞ്ഞാണ് തെറ്റ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങൾ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമതീര സമതലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസർ ആണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമതാപൂർജ്ജ ഉൽപ്പാദന കേന്ദ്രമാണ് പുക താഴ്വരയും മണികരൻ. 2021 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോ. ആഗോളവൽക്കരണത്തിലെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറം പണിക്കര. അടുത്ത ക്വസ്റ്റ്യൻ ജി എസ് ടി നിലവിൽ വന്നത് ആൻസർ എന്ന് പറയുന്നത് ജൂലൈ 2017. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ എന്ന് പറയുന്നത് ഇവയൊന്നുമല്ല യോജിക്കാത്ത പ്രസ്താവന. പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ എന്ന് വെച്ചാൽ ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ് യോജിക്കാത്ത പ്രസ്താവന. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയവുമായി യോജിക്കുന്ന പ്രസ്താവന ഇത് നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ. സുസ്ഥിരമാക്കൽ നടപടികളിലെ അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വയ്ക്കുന്നത്. നീതി ആയോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നീതി ആയോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയെല്ലാമാണ്. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തുക, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് 2014 ഓഗസ്റ്റ് 28. പ്രധാനമന്ത്രി ജൻധൻ യോജന 2014 ഓഗസ്റ്റ് 28. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന 1ഉം 2ഉമാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിക്കുന്നു. ഇത് ഇത്രയും മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റ് അധികാരമുണ്ടായിരിക്കുന്നതാണ് ഈ പറയുന്ന അനുച്ഛേദം ഏത്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അനുച്ഛേദം 248. താഴെ പറയുന്നത് ശരിയായത് കണ്ടെത്തുക. ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ആൻസർ 1, 2 ആണ് ശരി. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റ് അധികാരം ഉണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 293 ആകുന്നു. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? ട്രേഡ് യൂണിയൻ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ആൻസർ സി ആണ്. 3, 4 ആണ് ശരിയായ പ്രസ്താവന. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാം ഭേദഗതി നഗരപാലിക നടപ്പിലാക്കി. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് എ ആണ് ശരി. എയും ബിയും. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആണ്.